ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിർത്തിയിട്ടേക്കുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂവ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഇതിന്നിവിടെ എടുത്തേക്കുന്നത് വേറൊന്നുമല്ല, നാളെ ധനുമാസത്തിലെ തിരുവാതിരയാണ്. അതായത് പണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിരുന്നു ഈ തിരുവാതിര ഉത്സവം എന്ന് പറയുന്നത്. ഇത് മഹാദേവൻ്റെ ജന്മദിനമായിട്ടും ശിവപാർവതിമാരുടെ വിവാഹ ദിവസമായിട്ട്, അതായത് കാമദേവനെ പുനർജീവിപ്പിച്ചതും ശിവനും പാർവതിയും ഒന്നിച്ചതും ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിലെ സ്ത്രീകളുടെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ്. പണ്ട് കാലത്ത് കേരളത്തിൽ വളരെ വളരെ വിപുലമായിട്ട് ആഘോഷിച്ചിരുന്നതായിരുന്നു തിരുവാതിര എന്ന് പറയുന്നത്. പക്ഷേ ഇന്നൊന്നും അത്ര ഇതായിട്ട് വിപുലമായിട്ട് എവിടെയും കാണുന്നില്ല. എന്നിരുന്നാലും ഒട്ടും ഇല്ലാതായിട്ടുമില്ല. ചില നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലത് ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വലിയ വിപുലമായിട്ട് എന്നല്ല പറയുന്നത്, എന്നിരുന്നാലും അന്യം നിന്ന് പോയിട്ടില്ല. അതാണ് ഈ തിരുവാതിര ദിവസത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ നന്നാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കൂവപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തിരുവാതിര ദിവസം അന്ന് സ്ത്രീകൾ അരി ഭക്ഷണം കഴിക്കില്ല. ഈ കൂവ കൊണ്ട് പായസവും അതുപോലെ പുഴുക്ക് എന്ന് പറയും, നമ്മുടെ വൻപയറും അത് കാച്ചിൽ അല്ലെങ്കിൽ കാവത്തും ഉപയോഗിച്ചുണ്ടാക്കുന്ന പുഴുക്കും, ഇതാണ് തിരുവാതിര ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം മുഴുവനായിട്ടും ഇവർ ഇത് കഴിച്ചിട്ടാണ് വ്രതം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂവ പായസം ഉണ്ടാക്കാനായിട്ടുള്ള പൊടി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കൂവയുടെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു കുറേ ഉണ്ടെന്ന് നോക്കണ്ട, ഇത്ര ഉണ്ടെങ്കിലും പൊടി കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അത് നന്നായിട്ട് അത് കഴുകുക, അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകുക. ആ കഴുകിയതിന് ശേഷം നമ്മളത് മുറിച്ച് കഷ്ണങ്ങളാക്കുക. പണ്ട് കാലത്തെ മിക്സിയും കാര്യങ്ങളൊന്നുമില്ല, ഉരൽ അല്ലെങ്കിൽ ആട്ടുകല്ലിലൊക്കെ ഇട്ടിട്ടാണ് പണ്ടത്തെ ആളുകൾ അത് ഇടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടിച്ച് ചതച്ചെടുക്കും, എന്നിട്ടത് പിഴിഞ്ഞിട്ടാണ് എടുക്കുക. അപ്പോൾ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി. അതും ഇത്രയുണ്ട്. ഇപ്പോൾ ഒരു പാത്രം ഉണ്ടെങ്കിലും പൊടി ഇത്രയൊന്നും ഉണ്ടായിരിക്കില്ല, കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ പണ്ട് കാലത്തെ വീട്ടിലൊരു അരകല്ലാണുള്ളത്, ഉരലില്ല, ഒലക്കയുണ്ട്. അപ്പോൾ അരകല്ല് നമ്മൾ അരയ്ക്കാനും ഈ പറഞ്ഞ പോലെ ഒലക്ക വെച്ചിട്ട് ഇടിച്ചെടുക്കാൻ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ആ മുറിച്ച കഷ്ണങ്ങളൊക്കെ അരകല്ലിൽ ഇട്ടിട്ട് ഇടിച്ച് ചതയ്ക്കുകയാണ്. നന്നായി ചതച്ചതിന് ശേഷം അവിടെ ഇപ്പോൾ ഒരു ചെമ്പും പാത്രവും ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു തുണി കെട്ടിയിട്ട്, ആ ചെമ്പിൻ്റെ വായിലൊരു തുണി കെട്ടി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്, ചെമ്പിൽ വെള്ളമൊഴിച്ചിട്ട്. എന്നിട്ട് ആ ചതച്ചതൊക്കെ നമ്മൾ ആ വെള്ളത്തിലോട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആ ചണ്ടി വീണ്ടും എടുത്തിട്ട് ആ അരകല്ലിലിട്ടിട്ട് 3 തവണ നമ്മൾ അങ്ങനെ ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. അതിൽ നിന്ന് നീര് ഇടിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷം കണ്ടോ, അതിൽ നമ്മൾ ആ ചണ്ടി എല്ലാം കൂടെ ഇട്ടു. ഇനി നമ്മൾ ആ കെട്ടഴിച്ചിട്ട് നന്നായിട്ട് അത് എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചൊരു 3-4 തവണ നമ്മളത് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ആ പിഴിയലൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ചെമ്പിൽ കെട്ടി ആ തുണി കെട്ടിയ ആ കയറഴിക്കുകയാണ്. കയറഴിച്ചതിന് ശേഷം നമ്മൾ നല്ലോണം, ഇനി അതിൽ പൊടി നിപ്പുണ്ടെങ്കിൽ ആ മറ്റേ തുണിയിലല്ലാട്ടോ ഉണ്ടായിരിക്കുക, നമ്മുടെ ചെമ്പിൻ്റെ അടിയിലായിട്ടാണ് ആ പൊടി ഉണ്ടായിരിക്കുക. അപ്പോൾ ആ തോർത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തോർത്തിൽ ഉള്ള പൊടി എന്ന് പറയുന്നത് ഒരു കട്ടിപ്പായിരിക്കും. അപ്പോൾ അത് എടുക്കില്ല, ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് അത് നന്നായി പിഴിഞ്ഞ ആ ചെമ്പിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ചെമ്പിൻ്റെ അടിയിൽ ആ പൊടി നിറഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. അത് നമ്മൾ രാവിലെ എടുക്കുകയുള്ളൂ. ആ തോർത്തിൽ ആ തുണിയിലുള്ളതും കൂടെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ചെമ്പിലേക്ക് വീഴ്ത്തുകയാണ്. അതായത് ആ വെള്ളത്തിൽ ഇനിയും പൊടി ഉണ്ടെങ്കിൽ താഴെ പോയിട്ട് അത് അടിഞ്ഞു കൂടിക്കോളും. എന്നിട്ട് രാവിലെ നമ്മൾ ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള കൂവപ്പൊടി എടുക്കുക. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ കൈ ഇട്ടിട്ട് ഞാൻ അതിൽ നിന്ന് കൂവപ്പൊടി കാണിച്ചു തരാം. വൈറ്റ് കളറിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടിക്ക് കിടപ്പുണ്ടായിരിക്കും. അത് കണ്ടില്ലേ, ഇതാണ് കൂവപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഊറ്റി കളഞ്ഞാലാണ് നമുക്കിത് ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ കൂവപ്പൊടി എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു നല്ല ഡിമാൻഡുള്ള സാധനമാണെന്ന് പറഞ്ഞു. കാരണം ഇത് തിരുവാതിരയ്ക്ക് നമ്മളൊരു പായസം എന്നതിലുപരി മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദഹന പ്രശ്നങ്ങൾ, വയറുവേദന, ഗ്യാസ്, അസിഡിറ്റി ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതാണിത്. പിന്നെ നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ആഹാരത്തിൽ. അപ്പോൾ നമ്മൾ ആ കണ്ട കൂവയാണ് ഇപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ ഉള്ളൊരു പൊടിയെടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അതല്ല, ഇതിനപ്പുറത്തേക്ക് വല്ല ഐതിഹ്യങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വേറെ തരത്തിലാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റായിട്ട് നിങ്ങൾ പറയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും എൻ്റെ താഴെ കമൻ്റായിട്ട്
രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും